നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നന്നായി ഉറങ്ങാനുള്ള മരുന്ന് ലോകത്ത് കിട്ടും. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ, ഒരാൾക്ക് ഉറക്ക് കിട്ടുന്നില്ല എങ്കിൽ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരുപാട് ഗുളികകളും മരുന്നൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും, അല്ലേ? സ്ലീപ്പിംഗ് പിൽസ് വാങ്ങാൻ കിട്ടും. അത് കഴിച്ചാൽ ഒരാൾക്ക് വളരെ ഗാഠമായി ഉറങ്ങാനും കഴിയും. ഡെപ്തുള്ള ഉറക്ക് കിട്ടും. ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മൾ അറിയില്ല, അത്രയും ശാന്തമായി ഗാഠമായി ഉറങ്ങാൻ കഴിയും. മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യന്മാർ കേട്ടോ. മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് നിന്നറിയോ? മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നെഞ്ചിൽ കൈവച്ച് പഠിച്ചവനോട് നന്ദി പറഞ്ഞോളൂ. അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ നന്നായി ഉറങ്ങാനുള്ള പിൽസൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നുകളുണ്ടോ? ഗാഠമായി ഉറങ്ങാൻ ലോകത്ത് മരുന്നുണ്ട്, ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നില്ല. ശരിക്കും ശാന്തമായി ഉണരുക എന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ദിവസം തുടങ്ങുകയാണ്, മറ്റേതൊരു ദിവസം അവസാനിക്കുകയാണ്. ക്ഷീണം ഉണ്ടാവും സ്വാഭാവികമായിട്ട്, നമ്മൾ ഉറങ്ങിന്നൊക്കെ വരാം കുറച്ച് വൈകിയാലും. പക്ഷെ ശാന്തമായി ഉണരുക എന്നുള്ളത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം അതിന് മരുന്നില്ല. മറ്റത് വേണമെങ്കിലും മരുന്നൊക്കെ കിട്ടില്ലേ? ശാന്തമായി ഉണരാൻ മരുന്നില്ല. ശാന്തമായി ഉണരാൻ മരുന്നില്ല. ഉണർന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഉണ്ടാവുന്ന ശാന്തതയ്ക്ക് മരുന്നില്ല. ഞാൻ ഉണർന്നു കഴിയുമ്പോഴേ, ഈ രാവിലെ ഉണരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വീക്കാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും വീക്കാവുന്ന സമയമാണ്. ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കാവുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് ന്യൂസ് വായിക്കരുത്, സോഷ്യൽ മീഡിയ കാണരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടെ നെഗറ്റീവായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത കണ്ടാൽ നമ്മൾ അല്ലാത്ത സമയത്ത് തകരുന്നതിനേക്കാൾ, മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ വിഷമിക്കും. അതുകൊണ്ട് നെഗറ്റീവായ ഒരു സംഗതിയും വരാൻ സാധ്യതയുള്ള ഒന്നിലേക്കും മനഃപൂർവ്വം പോകരുത്. എന്തെങ്കിലും നമ്മളെ പോസിറ്റീവാക്കുന്ന കാര്യങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് കാണാനും പറയാനും, അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെ ശ്രമിക്കാൻ പാടും. ഒരു മരണവാർത്ത ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഉണർന്ന ഉടനെ അത് പറയരുത്. അയാൾ കുറച്ചൊന്ന് ഉണർന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ഇമോഷണലി കുറച്ചൊന്ന് ഫിറ്റ് ആകുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പാടും. മാർക്ക് വീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാർക്ക് വീൻസ് ലോകപ്രസിദ്ധനായൊരു യൂട്യൂബറാണ് കേട്ടോ. അദ്ദേഹം ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റിയിട്ട് രുചികൾ തേടുന്ന ആളാണ്. ഓരോ നാട്ടിലെയും രുചികൾ തേടുന്ന ഫുഡ് ബ്ലോഗറാണ്. നമ്മുടെ കോവിഡിൻ്റെ കുറച്ച് മുമ്പ് അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ അവിടെയുള്ള രുചികൾ ആസ്വദിച്ചിട്ട് പോയിരുന്നു. നമ്മുടെ കാരന്തൂര് ഒരു കാടിൻ്റെ ഉള്ളിലൊരു ചേട്ടൻ്റെ കഞ്ഞിക്കടയുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ചന്ദ്രേട്ടൻ്റെ കട പോയില്ലേ? ഞാൻ ഇന്ന് പോയി, പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ മാർക്ക് വിൻസ് വന്നിരുന്നു. മാർക്ക് വിൻസ് വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ആ കട അറിയുകയൊക്കെ ചെയ്തത്. ഈ മാർക്ക് വിൻസ് കോവിഡിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നാട്ടിൽ ആയിപ്പോയി, തായ്ലൻഡിൽ. അപ്പൊ തായ്ലൻഡിലെ സ്ട്രീറ്റിലും അതുപോലെയുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെ മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് പോകാൻ കഴിയൂ, വേറെ എങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ആ സമയത്ത് അദ്ദേഹം തായ്ലൻഡിലെ ഒരു ചെറിയ പട്ടണത്തിലെ പള്ളിയുടെ മുന്നിലുള്ള ഒരു മിഠായി കച്ചവടക്കാരൻ്റെ അടുത്തെത്തുന്നുണ്ട്. അയാള് നമ്മുടെ ഈ പഞ്ചാരപ്പാല് മിഠായി ഇല്ലേ, കോഴിക്കോടൊക്കെ കണ്ടില്ലേ, ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ വലിച്ചെടുക്കുന്നൊരു മിഠായി. അങ്ങനെ ഒരു മിഠായിയാണ് ഈ ആള് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ കൂടുതലും അവിടെ ഉള്ളത് ചെറിയ കുട്ടികളാണ്. അവരുടെ കയ്യിൽ ചെറിയ പൈസയൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കഴിക്കണം. അപ്പൊ മാർക്ക് വിൻസ് ചെന്നിട്ട് ഈ മിഠായി കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മിഠായി കഴിക്കുന്നുണ്ട്. അങ്ങനെ മിഠായി കഴിക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഭാര്യയോ ആരോടും ചോദിക്കാറുമില്ല. പക്ഷെ ഇദ്ദേഹത്തോട് മാത്രം ചോദിച്ചു. പേഴ്സണൽ ആയൊരു കാര്യം ചോദിച്ചു. സാധാരണ അങ്ങനെ അവർ ചോദിക്കാറേ ഇല്ല, ഭക്ഷണത്തെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചോദിക്കാറില്ല.
കാരണം ഈ കച്ചവടം ചെയ്യുന്ന ആളില്ലേ, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വയസ്സായിട്ടുണ്ട് ആൾക്ക്. ശരീരത്തിലെ സ്കിൻ ടോണൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ മാർക്ക് ക്വീൻസിന്റെ വൈഫ് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ എത്ര അറിയാം? 129 വയസ്സ്. 129 വയസ്സ്. അത് കേട്ടപ്പോൾ തന്നെ ഇവരെ ഞെട്ടി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് മിഠായിയൊക്കെ കഴിച്ചിട്ട് മാർക്ക് ക്വീൻസിന്റെ വൈഫ് വീണ്ടും അയാളുടെ അടുത്ത് ചെന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അല്ല, സാധാരണ ആളുകൾക്കൊക്കെ രാവിലെ ഉണരുമ്പോൾ ഒരു ഓഫ് അവറുണ്ട്, ഒരു മൂഡ് ഓഫ് അവറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞെന്താ, അയാള് മിഠായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് ഈ ചോദ്യം കേൾക്കുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇല്ല ഇല്ല മോളെ, അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം എനിക്ക് ഉണരുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും മിഠായി ഉണ്ടാക്കണ്ടേ, കാരണം എന്നെ കാത്തിരിക്കുന്നുണ്ട് കുറേ കുട്ടികൾ. ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികൾ ഞാൻ വരുന്നത് കാത്തിരിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് വാങ്ങിയിട്ട് എന്നെ കാത്തിരിക്കുന്ന ഇത്രയേറെ കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ മിഠായി ഉണ്ടാക്കണം, കുറേ സമയം അതിന് ചെലവഴിക്കണം. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആകാനൊന്നും സമയം കിട്ടാറില്ല എന്നാണ് അയാൾ പറഞ്ഞത്.